നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാസമാഹാരത്തിൽ ഒരു കവിതയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. 101 കവിതകളടങ്ങിയ ഈ സമാഹാരം എൻ്റെ ദൃശ്യാവിഷ്കാരം ഉൾപ്പെടെ സ്പാർക്ക് മീഡിയയിലൂടെ എല്ലാ ആഴ്ചകളിലും 3 ദിവസം സംപ്രേഷണം ചെയ്തു വരികയാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കവിതയുടെ പേര് രാജയോഗം എന്നാണ്. 6-7 മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ മകൻ്റെ ജോലിസ്ഥലമായ ചെന്നൈയിൽ പോയി 1-2 ദിനം താമസിക്കുകയുണ്ടായി. ഞാനും എൻ്റെ വാമഭാഗം പാർവതിയുമായിട്ടാണ് പോയത്. അങ്ങനെ മകൻ്റെ അവധി ദിവസത്തിൽ ഞങ്ങൾ അവിടുന്ന് മഹാബലിപുരത്ത് പോയി. ഏറെ നാളായി കാണണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് മഹാബലിപുരം. അവിടുത്തെ ശില്പങ്ങളും ശില്പചാതുര്യം തുളുമ്പുന്ന പാറക്കല്ലിലെ കൊത്തുപണികളുമെല്ലാം കണ്ടപ്പോൾ നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് മനസ്സ് പായുകയായി. അന്ന് ഈ ശില്പങ്ങൾ നെയ്തെടുക്കാൻ യത്നിച്ച ഓരോ ശില്പിയും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. അവർ സൃഷ്ടിച്ച ആ ശില്പങ്ങൾ നമുക്ക് നൽകുന്ന കാഴ്ച അതിഗംഭീരമാണ്. പറഞ്ഞാൽ തീരില്ല, വർണ്ണനാതീതമാണ്. ഏകദേശം ഒരു 3 മണിക്കൂറോളം മഹാബലിപുരത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങവേ കാലങ്ങൾക്ക് മുമ്പേയുള്ള ആ ശില്പചാതുര്യം എൻ്റെ മനസ്സിൽ കോറിയിട്ട തോന്നലുകൾ, ആ തോന്നലുകളിൽ നിന്നും ഉടലെടുത്തതാണ് രാജയോഗം എന്ന ഈ കവിത. ഈ കവിത എന്നെ സ്പർശിക്കുമ്പോൾ, എൻ്റെ മനസ്സിനെ സ്പർശിക്കുമ്പോൾ, കാലങ്ങൾ കഴിഞ്ഞിട്ടും ഈ കൊത്തുപണികളും ഈ ശില്പങ്ങളും ഇന്നും നിലനിൽക്കുന്നു, സ്ഥായിയായ അതേ ഭാവത്തിൽ. അന്ന് ഏത് ലിപിയിലാണാവോ അതേക്കുറിച്ച് കൊത്തിവെക്കപ്പെട്ടത്, ഇന്നതെല്ലാം ഏകദേശം മാഞ്ഞുപോയിരിക്കുന്നു. അറിയപ്പെടാത്ത വാക്കുകൾ, അറിയാത്ത ഭാഷകൾ. എന്നിരുന്നാലും ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കോറിയിടുന്ന പോറലുകൾ, അത് ശ്ലാഘനീയമാണ്. നമ്മുടെ മനസ്സിൽ ഓരോ ശില്പങ്ങളും ഉണ്ടാക്കുന്ന ചേതോവികാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്ര ഗംഭീരമാണ് ആ കാഴ്ചകൾ. ഒരു ഉരുളൻ പാറ ഒരു ചെറിയ തടിപ്പിൽ നിൽക്കുകയാണ്. താഴോട്ട് വീഴുമോ എന്നുള്ള തോന്നൽ ഉളവാക്കുന്ന തരത്തിൽ ഒരു 200-300 ടൺ ഭാരം ഉള്ള ഒരു ഉരുണ്ട കല്ല് മഹാബലിപുരത്തിൻ്റെ ഒരു വലിയ വിസ്മയമായി അവിടെ നിൽക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലാവിലാസമാണ് ഇതെല്ലാം എന്ന് ചിന്തിക്കുന്ന കുറേ പേർ. അതിനു ചുറ്റുമുള്ള പഴയ കാലത്തെ പാണ്ഡവരും മറ്റും വന്നുപോയി എന്ന് പറയപ്പെടുന്ന ചെറിയ കുളങ്ങളും ചെറിയ നീരുറവുകളും വനാന്തരം സൃഷ്ടിക്കുന്ന പോലെയുള്ള പ്രകൃതിയും എല്ലാം ചേർന്ന് മഹനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിൽ സന്നിവേശിപ്പിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഓർമ്മയിൽ, അതിൻ്റെ ചിന്തയിൽ എഴുതപ്പെട്ടതാണ് രാജയോഗം എന്നുള്ള ഈ കവിത. ഇതും നിങ്ങൾ ആസ്വദിക്കുമല്ലോ. ഈ കവിത ആലപിക്കുന്നത് ഞാൻ തന്നെയാണ്.
എന്തോ എനിക്കങ്ങനെ തോന്നി. ഞാൻ എൻ്റെ ഇണത്തിൽ, എൻ്റെ രാഗത്തിൽ, എൻ്റെ തോന്നലുകളിൽ കൂടെ നിങ്ങളുടെ മുന്നിൽ ഈ കവിത പാടി അവതരിപ്പിക്കുകയാണ്. ഉൾക്കൊള്ളുമല്ലോ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്പാർക്ക് മീഡിയയിൽ എഴുതി അറിയിക്കുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമല്ലോ ഈ ജീവിതം, വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമല്ലോ ജീവിതം, വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമല്ലോ ജീവിതം, വിശ്വാസ പ്രമാണങ്ങളിൽ വരയ്ക്കപ്പെട്ട ജീവിതം, കാലാന്തരത്തിൽ അറിയപ്പെടേണ്ട കാര്യങ്ങൾ, കാലാന്തരത്തിൽ അറിയപ്പെടേണ്ട കാര്യങ്ങൾ കൊത്തിവെക്കുന്നു കരിങ്കൽ പാളികളിൽ, കൊത്തിവെക്കുന്നു കരിങ്കൽ പാളികളിൽ. മഴയും വെയിലും കൊണ്ട് കൊത്തിയവമായുന്നു, മഴയും വെയിലും കൊണ്ട് കൊത്തിയവമായുന്നു. വീണ്ടും സൂചിപ്പിക്കാൻ ആളില്ലായകയാ, മഴയും വെയിലും കൊണ്ട് കൊത്തിയവ മായുന്നു. വീണ്ടും സൂചിപ്പിക്കാൻ ആളില്ലായകയാ. കാലക്രമേണ മനസ്സിലാക്കാൻ വയ്യാത്ത ലിപിയും ഭാഷയും, കാലക്രമേണ മനസ്സിലാക്കാൻ വയ്യാത്ത ലിപിയും ഭാഷയും എന്നു കൽപ്പിച്ചു പുതുതലമുറക്കാർ. വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമല്ലോ ജീവിതം, വിശ്വാസ പ്രമാണങ്ങളിൽ വരയ്ക്കപ്പെട്ട ജീവിതം, കാലാന്തരത്തിൽ അറിയപ്പെടേണ്ട കാര്യങ്ങൾ കൊത്തിവയ്ക്കുന്നു കരിങ്കൽ പാളികളിൽ. മഴയും വെയിലും കൊണ്ട് കൊത്തിയവമായുന്നു, മഴയും വെയിലും കൊണ്ട് കൊത്തിയവമായുന്നു. വീണ്ടും സൂചിപ്പിക്കാൻ ആളില്ലായകയാ. കാലക്രമേണ മനസ്സിലാക്കാൻ വയ്യാത്ത ലിപിയും ഭാഷയും എന്നു കൽപ്പിച്ചു പുതുതലമുറക്കാർ. ഇവിടെയാണ് 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 സംസ്കാരത്തിൻ്റെ നിഴൽപ്പാടുകൾ, ഇവിടെയാണ് സംസ്കാരത്തിൻ്റെ നിഴൽപ്പാടുകൾ. കടന്നുപോയ വഴികൾ തിരിച്ചറിയാതെ, കടന്നുപോയ വഴികൾ തിരിച്ചറിയാതെ, കാലത്തെ പഴിച്ച് വീണ്ടും ജീവിതം തളർക്കുന്നതും, കാലത്തെ പഴിച്ച് വീണ്ടും ജീവിതം തളിർക്കുന്നതും കാത്ത് ജീവിതം തുടരാം എന്നാണ് ചിന്തയുടെ രൂപപ്പെടൽ. കാത്ത് ജീവിതം തുടരാം എന്നാണ് ചിന്തയുടെ രൂപപ്പെടൽ. വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമല്ലോ ജീവിതം, വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമല്ലോ ജീവിതം, വിശ്വാസ പ്രമാണങ്ങളിൽ വരയ്ക്കപ്പെട്ട ജീവിതം, കാലാന്തരത്തിൽ അറിയപ്പെടേണ്ട കാര്യങ്ങൾ കൊത്തിവെക്കുന്നു കരിങ്കൽ പാളികളിൽ. കാലാന്തരത്തിൽ അറിയപ്പെടേണ്ട കാര്യങ്ങൾ കൊത്തിവെക്കുന്നു കരിങ്കൽ പാളികളിൽ, കൊത്തിവെക്കുന്നു കരിങ്കൽ
പാളികളിൽ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമല്ലോ ജീവിതം.